പിതാവായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായി ഭൂമിയിൽ അവതരിച്ച യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവായ ഈശോയെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരെയും നയിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ലൂക്കാ സുവിശേഷം 1:48 ദൈവത്തിൻ്റെ മാലാഖ ഒരു പെൺകുട്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ കടന്നു വന്ന് അഭിവാദനം ചെയ്തപ്പോൾ, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് സ്വയം പറയുന്ന ഒരു പെൺകുട്ടി. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഇപ്രകാരം സ്വയം പുകഴ്ത്തി തന്നെ പറഞ്ഞ ഭാഗ്യവതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ലൂക്ക 1:45 തിരുവചനത്തിൽ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്ത് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടുകൂടെ എളിമപ്പെടുന്നവരാണ് ഭാഗ്യവാനും ഭാഗ്യവതികളുമായി മാറുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ 12:26 തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യും. കർത്താവിനെ നല്ല ഭൂമിയിലെ സകല മനുഷ്യരെയും ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത് അവരുടെ അമ്മയാണ്. സ്വന്തം അമ്മയാണ് മക്കളെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. 2-3 വർഷം മടിയിലിരിക്കും, പിന്നീട് അമ്മയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മെ സഹായിക്കുന്ന, നമ്മെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുമെന്ന്. പിതാവായ ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം യേശുവിനെ പ്രസവിച്ച് വളർത്തി യേശുവിനെ ശുശ്രൂഷിച്ചു. യേശുവിനെ ശുശ്രൂഷിക്കുന്നവരെ പിതാവ് ബഹുമാനിക്കുമെന്ന് യേശു തന്നെ പറയുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ബഹുമാനത്തിന് പാത്രമായ പരിശുദ്ധ കന്യകാമറിയം അതിന് കാരണഭൂതയായത് യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. യേശുവിന് ഒരമ്മയായി തീർന്ന് ഈ ലോകത്തിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവിനെ വളർത്തി ലോകത്തിന് രക്ഷകനായി നൽകി. ആ കാരണത്താൽ പരിശുദ്ധ കന്യകാമറിയം പിതാവിനാൽ ബഹുമാനിക്കപ്പെടുന്ന ഉന്നതയും ശ്രേഷ്ഠവുമായ ഒരു സ്ഥാനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് പിതാവ് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 1:25 നമ്മൾ കാണാൻ പറ്റും, പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. സഹോദരങ്ങളെ, ഇത് പല സഭാവിഭാഗക്കാരുമൊക്കെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം യേശുവിൻ്റെ ജനന സമയത്താണ് മാലാഖമാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, ഇതാ നിങ്ങൾക്കായൊരു രക്ഷകൻ, സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ നിങ്ങൾക്കായി ഇതാ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് മാലാഖയിലൂടെ മുന്നറിയിപ്പ് ആട്ടിടയന്മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ തങ്ങൾക്ക് ലഭിച്ച അറിവ് അനുഭവമാക്കാൻ വേണ്ടി അവർ ആടുമാടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ബെത്ലഹേമിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. അവിടെ ചെന്ന് ഇവർക്ക് കിട്ടിയ അറിവനുസരിച്ച് അമ്മയും കുഞ്ഞിനെയും കണ്ട് ഇവർ ആരാധിക്കുകയാണ്. അതോടൊപ്പം കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ സ്വർണവും മീറയും കുന്തിരുക്കവും കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് ആരാധിക്കുകയാണ്. മാലാഖമാർ ഉച്ചത്തിൽ പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതെല്ലാം കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഔസേപ്പിതാവിനൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഇതുവരെ കൊണ്ടു നടന്ന ഈ മറിയം എന്ന പെൺകുട്ടി സാധാരണ ഒരു സ്ത്രീയല്ല എന്നും
ഇവൾ പ്രസവിച്ചത് ദൈവപുത്രനെയാണെന്നുള്ള ശരിയായ അറിവിലേക്ക് കടന്നു വന്നതും ഈ കുഞ്ഞിനെയാണ് സകല ദൂതന്മാരും ആരാധിക്കുന്നത് എന്ന തിരിച്ചറിവും കൂടെ കണ്ടു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. മറിയം ആരാണെന്ന് ഔസേ പിതാവ് അറിഞ്ഞതുപോലും പുത്രനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ അവനും അറിയില്ലായിരുന്നു ദൈവത്തിൻ്റെ അമ്മയാണ് തൻ്റെ കൂടെ നടക്കുന്നതെന്ന്. ലോകരക്ഷകനായി സകല ലോകത്തെയും വീണ്ടെടുക്കുവാൻ പോകുന്ന സകല മനുഷ്യരാശിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തീരേണ്ട ലോകരക്ഷകനായ യേശുവിനെയാണ് ഈ മറിയം ഗർഭത്തിൽ വഹിച്ചതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് യേശുവിനെ പ്രസവിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുത്രനെ പ്രസവിക്കുന്ന അതുവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന്. സോളെ ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്ക് കാണാൻ പറ്റും, ദൈവമായ കർത്താവ് സർപ്പത്തിന് നൽകുന്ന ഒരു വാണിംഗ് കാണാൻ പറ്റും. കാരണം സർപ്പം ഹവ്വായെ വഞ്ചിച്ചു, ഹവ്വായിലൂടെ ആദം വഞ്ചിക്കപ്പെട്ടു. വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ട് സ്ത്രീക്ക് പ്രത്യാശയും പിശാചിന് മുന്നറിയിപ്പും നൽകുന്ന ഒരു വചനമാണ് ഉൽപ്പത്തി 3:15. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സഹോദരങ്ങളെ, ഈ സ്ത്രീയുടെ സന്തതി, പിശാചിൻ്റെ തല തകർക്കുന്നത് ഒരു സ്ത്രീയുടെ സന്തതി ആയിരിക്കുമെന്ന് പിതാവായ ദൈവം പിശാചിന് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 സ്ഥലത്താണ് ദൈവം സ്ത്രീ എന്ന് മാതാവിനെ വിളിക്കുന്നത്. ഒന്ന് കാനായിലെ കല്യാണത്തിൽ വിളിച്ചു, 2 കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവസാനവും വിളിച്ചു. ആദ്യവും അവസാനവും, അതായത് താൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ആരംഭത്തിലും വിളിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, കാനായിലെ കല്യാണത്തിൽ വെച്ചാണ്. 2 കുരിശിൽ കിടക്കുമ്പോൾ സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അവസാനമായിട്ടും ആദ്യമായിട്ടും മാതാവിനെ യേശു സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രവചനമാണ് ഇവിടെ നിറവേറുന്നത്. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന പിശാചിന് കൊടുത്ത മുന്നറിയിപ്പും പിതാവായ ദൈവത്തിൻ്റെ പ്രവചനവും ഇവിടെ നിവർത്തിയാവുകയാണ്. കാരണം ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പിതാവ് ആദിയിൽ പറഞ്ഞ സ്ത്രീയുടെ സന്തതിയാണ് ഞാൻ. പിശാചിൻ്റെ തല തകർക്കുന്ന സന്തതിയുടെ അമ്മ ഈ മറിയമാണ് എന്ന് യേശു കുരിശിൽ കിടന്നുകൊണ്ടും അവസാനമായി ഏറ്റുപറയുകയാണ്. സഹോദരങ്ങളെ, യേശു കുരിശിൽ മരിച്ചത് നമ്മെ മുഴുവൻ വീണ്ടെടുക്കുവാനും യേശുവിൻ്റെ ഓരോ വചനങ്ങളും ആദ്യം മുതലുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു. യേശുവും മാതാവും ദൈവസന്നിധിയിൽ നിൽക്കുന്ന വലിയ 2 പ്രവാചക ദൗത്യം ഏറ്റെടുത്ത 2 വ്യക്തികളാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിൽ, അതായത് പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവം മാത്രമല്ല, മറ്റ് ഒന്നിൽ കൂടുതൽ ആൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുന്നത്. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അതായത് ദൈവസന്നിധിയിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറയുന്നത്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ആദ്യം മുതൽ ഉള്ള പ്രവചനമാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണ്. അപ്പം നമ്മുടെ ഛായയിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ചില വചനങ്ങളാണ് ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവ് ഭൂമിയിലേക്ക് അവതരിച്ചത് പിശാചിൻ്റെ തല തകർക്കുന്നതിനും പിശാചിൻ്റെ തല എപ്രകാരം തകർക്കാമെന്നും പിശാചിനെ എപ്രകാരം പരാജയപ്പെടുത്താമെന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന് മാതാവ് സ്വയം പുകഴ്ത്തിയതും ദൈവസന്നിധിയിൽ എളിമപ്പെട്ടതുകൊണ്ടാണ്. വിശ്വസിച്ച് ഭാഗ്യവതിയായി തീർന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ മാതാവിനെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ എളിമയിലും പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചും
നമുക്കും ഭാഗ്യമുള്ളവരായി, ഈ സമൂഹത്തിന് നന്മ പ്രവർത്തിക്കുന്നവരായി ദൈവത്തിൻ്റെ കൂടെ പറുദീസയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.